ഹായ് ഓൾ, ഇന്ന് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ക്ലാസ്സസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഗേറ്റിനും നെറ്റിനും കൂടുതൽ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ടോപ്പിക്സാണ് കൂടുതലും നമ്മൾ കവർ ചെയ്യുക. വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി തൊട്ടിട്ട് അപ്രോക്സിമേഷൻ മെത്തേഡ്സ്, അതൊക്കെ MSc നമ്മൾ പഠിക്കുന്നതാണ്. അവസാന സെമ്മുകളിൽ WKB അപ്രോക്സിമേഷൻസ് ഒക്കെ പഠിക്കും. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സും ഈ പറയുന്ന പോലെ തന്നെ പഠിക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ട്രിക്സും കാര്യങ്ങളും ഒക്കെ വെച്ച് പഠിക്കുമ്പോഴാണ് ക്വാണ്ടം മെക്കാനിക്സ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത്. ഓക്കെ, അപ്പം എനിവേ നമുക്ക് കുറച്ച് ഭയങ്കര സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റോറി പോലെയാണിത് തുടങ്ങുന്നത്. ഞാൻ ആദ്യത്തെ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് എങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്സിലേക്കും അതുപോലെ തന്നെ EM തിയറി അവിടെ നിൽക്കട്ടെ, ക്വാണ്ടം മെക്കാനിക്സിലോട്ട് എങ്ങനെയാണ് വന്നത്. അതായത് നമ്മൾ ലൈറ്റിൻ്റെ അതേ സ്പീഡിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് പറയാനായിട്ട് എപ്പോഴും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ റിലേറ്റിവിറ്റി ഉപയോഗിച്ച് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഉത്ഭവം വരുന്നത്. എനിവേ, ഇന്ന് നമ്മൾ കുറച്ച് വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, എന്നാലും മാക്സിമം കൺസെപ്റ്റ് ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പം ആദ്യം പറയാനുള്ളത് ബ്ലാക്ക് ബോഡിയെക്കുറിച്ചാണ്. അതായത് നമ്മളെപ്പോഴും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആദ്യത്തെ തുടക്കം എങ്ങനെയായിരിക്കും, ബ്ലാക്ക് ബോഡി എന്താണെന്ന് ആദ്യം പറയും, അതിനുശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ലോസ് നമ്മൾ പഠിക്കും. ഇങ്ങനെ തന്നെയാണ് നമ്മൾ BScക്കും MScക്കും ഒക്കെ ക്വാണ്ടം മെക്കാനിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണെന്ന് നോക്കാം. ശരിക്കും എന്താ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ? അതിൽ ആ പേരിൽ തന്നെ ഉണ്ട് ആക്ച്വലി എന്താണെന്നുള്ളത്. ബ്ലാക്ക് ബോഡി നമുക്കറിയാം, ഒരു വസ്തു അതിലേക്ക് വരുന്ന ലൈറ്റിനെ മുഴുവനായിട്ട് അബ്സോർബ് ചെയ്ത് ഇരിക്കുമ്പോഴാണ് ആ കളറ് ബ്ലാക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുക. ആ ഒരു കൺസെപ്റ്റ് അറിയാവോ? അല്ലേ? എല്ലാം അബ്സോർബ് ചെയ്ത് പുറത്തേക്കൊന്നും എമിറ്റ് ചെയ്യാതിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ശരിക്കും കറുപ്പ്, അല്ലേ, ബ്ലാക്ക്. അപ്പോൾ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അതായത് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്ന ഒരു ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് ദാറ്റ് അബ്സോർബ് ഓൾ ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അതായത് അതിലേക്ക് വരുന്ന എല്ലാ തരത്തിലുള്ള റേഡിയേഷനുകളെയും അവർ അബ്സോർബ് ചെയ്യും. അതായത് അതിൻ്റെ അകത്ത് റിഫ്ലക്ഷനോ ട്രാൻസ്മിഷനോ, ഇപ്പോൾ ഇത് ബ്ലാക്ക് ബോഡി ആണെങ്കിൽ റിഫ്ലക്ഷനോ അല്ലെങ്കിൽ പുറത്തോട്ടുള്ള ട്രാൻസ്മിഷനോ ഒന്നും തന്നെ നടക്കാത്ത ഭയങ്കര ഐഡിയലൈസ്ഡ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റാണ് ശരിക്കും ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ലോസ് ഉണ്ട്. അപ്പോൾ ആ ലോസിലേക്ക് നമുക്ക് വരാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അതിന് മുമ്പായിട്ട്. ബ്ലാക്ക് ബോഡിയുടെ ഡെഫിനിഷനിൽ ഇറ്റ് ഓൾസോ എമിറ്റ് റേഡിയേഷൻ ഓഫ് ഓൾ വേവ് ലെങ്ത് വെൻ ഹീറ്റഡ്. അതായത് ഈ ബ്ലാക്ക് ബോഡി നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? എല്ലാ തരത്തിലുള്ള വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻസിനെ വെളിയിലേക്ക് എമിറ്റ് ചെയ്യാൻ അതിന് സാധിക്കും. എപ്പം മാത്രം ഇത് വായിച്ചു നോക്കിയേ. ഇറ്റ് ഓൾസോ എമിറ്റ് റേഡിയേഷൻ ഓഫ് ഓൾ വേവ് ലെങ്ത് വെൻ ഹീറ്റഡ്. ദിസ് എമിറ്റഡ് റേഡിയേഷൻ, അതായത് ഇതിനെ ചൂടാക്കി കഴിഞ്ഞാൽ, അല്ലേ, എല്ലാ തരത്തിലുള്ള റേഡിയേഷൻസും ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യും. അങ്ങനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ ഈ ഒബ്ജക്റ്റിനെ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെ നമുക്ക് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്താണ് ബ്ലാക്ക് ബോഡി. ദിസ് ഈസ് ആക്ച്വലി കൺസെപ്റ്റ്. ഓക്കെ, അടുത്ത നോക്കിക്കേ, റേഡിയേഷൻ ലോസ് എന്ന് നമ്മൾ എഴുതിയേക്കണം കേട്ടോ. അപ്പോൾ റേഡിയേഷൻ ലോസിൽ ആദ്യം വരുന്ന റേഡിയേഷൻ ലോയാണ് ആക്ച്വലി കിർച്ചോഫ്സ് ലോ. നമുക്ക് കിർച്ചോഫ്സ് വോൾട്ടേജ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഓൾറെഡി. ഇത് കിർച്ചോഫ് ലോയാണ്. ശരിക്കും കിർച്ചോഫ് ലോ നമ്മൾ ഇലക്ട്രോണിക്സിൽ ഒക്കെ പഠിക്കുന്നില്ല. അതായത് കിർച്ചോഫ് ലോ എന്ന് പറയുന്നൊരു പെർട്ടിക്കുലർ ജംഗ്ഷനിൽ കൂട്ടിമുട്ടുന്ന ആൾക്കാരുടെ കാര്യമല്ലേ പറയുക. അപ്പോൾ അതല്ല ഇവിടെ പറയണത്. ഇത് ക്വാണ്ടം മെക്കാനിക്സിൽ കിർച്ചോഫ് ലോ എന്ന് പറയുന്നത് ആക്ച്വലി 1859 ഈ ഒരു ലോ ആക്ച്വലി വരുന്നത്. 1859 ഈ ലോ വരുന്നത്. അപ്പോൾ ഈ ഒരു ലോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കിർച്ചോഫ് ലോ എന്ന് പറയുന്നത്, അതായത് ഈ റേഡിയേഷൻ, അതായത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻസിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ആദ്യം വന്ന ലോയാണ് കിർച്ചോഫ് ലോ. അപ്പോൾ കിർച്ചോഫ് ലോ എന്താ പറയണതെന്ന് വെച്ചാൽ, ദ റേഷ്യോ ഓഫ് എമിസീവ് പവർ ടു absorptivity of a body is same for all bodies at a given temperature and wavelength. അതായത് ഇത്ര മാത്രമേ ഇവർ പറയുന്നുള്ളൂ. അതായത് ഇതിൻ്റെ നോട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇവർ ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. എമിസീവ് പവർ ഡിവൈഡഡ് ബൈ അബ്സോർപ്റ്റ്
അബ്സോർപ്റ്റിവിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് റേഷ്യോ, ഈ എമിസീവ് പവറും അബ്സോർബിറ്റിയുടെയും റേഷ്യോ എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ ഈ സെയിം ഫോർ ഓൾ ബോഡീസ് അറ്റ്, അതായത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലും ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്തിലും എല്ലാ ബോഡിയുടെയും എമിസീവ് പവറും എല്ലാ ബോഡിയുടെയും അബ്സോർബേറ്റീവ് ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. എപ്പോൾ അത് കുറേ ബോഡീസ് നമ്മൾ എടുത്തിട്ട് അതിൻ്റെയൊക്കെ ടെമ്പറേച്ചർ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുകയും ഇവരുടെ എല്ലാത്തിൻ്റെയും വേവ് ലെങ്ത് ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുന്ന കൺസിഡറേഷനിൽ ഇവരുടെ എല്ലാവരുടെയും എമിസീവ് പവറും അബ്സോർബിറ്റിയുടെയും റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്കിതൊന്നും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് സിംപിളി പറയാൻ പറ്റും, എന്താ പറഞ്ഞത്, ഹീ സിംപ്ലി സ്റ്റേറ്റഡ് ദാറ്റ് എ റിലേഷൻ, അതായത് അദ്ദേഹം ഒരു റിലേഷൻ പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ റിലേഷനാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്, എമിസീവ് പവർ ഡിവൈഡഡ് ബൈ അബ്സോർബിറ്റി, അല്ലെങ്കിൽ എമിസീവ് പവർ ബൈ അബ്സോർബിറ്റി എന്ന് പറയുന്നൊരു റേഷ്യോ അദ്ദേഹം പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, എവറി ബോഡി ഇഫ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം എമിറ്റ് റേഡിയേഷൻ ദ ഡിപ്പെൻഡ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. അതായത് തെർമൽ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന, തെർമൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താ? തെർമൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താ ആക്ച്വലി? തെർമൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താ? അതെ, തെർമൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ടെമ്പറേച്ചറിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പറയണത്. അപ്പം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദിസ് മീൻസ് എവറി ബോഡി, എല്ലാ ബോഡിയും അതിൻ്റെ പ്രത്യേകത എന്താ? ഇഫ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം, അതായത് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, എല്ലാ ബോഡിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും തന്നെ എമിറ്റ്സ് റേഡിയേഷനുകളെ എമിറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഡിപ്പെൻഡ്, അതായത് തെർമൽ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു ബോഡിക്ക് റേഡിയേഷനുകളെ പുറത്തേക്ക് എമിറ്റ് ചെയ്യാൻ പറ്റും. അതാരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? ദാറ്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ടെമ്പറേച്ചറിനെയും അതുപോലെ തന്നെ വേവ് ലെങ്ത് ലാംഡേനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതാണ് ക്രിച്ച്ഹോഫ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്താണെന്ന് മനസ്സിലായോ? ആൻഡ് നോട്ട് ഓൺ ഇറ്റ്സ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ആ എൻവയോൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ മെറ്റീരിയലിന് നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറിനും അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ലെങ്ത് അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ ഒരു ബോഡി, അല്ലാതെ അതിൻ്റെ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്ര മാത്രം ഓർത്താൽ മതി. ക്രിച്ച്ഹോഫ് പറഞ്ഞ് ഇത്ര മാത്രമേ ഉള്ളൂ, തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് ഒരു ബോഡിയെങ്കിൽ അതിന് റേഡിയേഷനെ പുറത്തേക്ക് തള്ളാൻ പറ്റും. ആ റേഡിയേഷൻസ് എപ്പോഴും ടെമ്പറേച്ചറിനെയും വേവ് ലെങ്തിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്തുള്ളൂ. ഏത് മെറ്റീരിയലാണ് അതിന് ചുറ്റുമുള്ളതെന്നോ ഏത് മെറ്റീരിയലിൽ നിന്നാണ് അത് പുറത്തേക്ക് വരുന്നതെന്നോ ഒന്നും തന്നെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ക്രിച്ച്ഹോഫ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റൂളാണ് പറഞ്ഞത്. പക്ഷേ ഡിഡിൻ ട്രൈ ടു ക്വാണ്ടിഫൈ ദ റേഡിയേഷൻ, അതായത് എത്രമാത്രം റേഡിയേഷൻ ആയിരിക്കും പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ റേഡിയേഷൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നൊന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. ആകെ ഒരു കാര്യം മാത്രമേ അദ്ദേഹം പറഞ്ഞു, തെർമൽ ഇക്വിലിബ്രിയത്തിലാണോ ഒരു ബോഡി റേഡിയേഷൻ എമിറ്റ് ചെയ്യാൻ പറ്റും, അത്രയും. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് ബിൽഡ് ചെയ്ത് അവസാനം നമുക്ക് കുറേ ലോസിൽ നിന്ന് അവസാനം നമ്മളൊരു ലോ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ക്രിച്ച്ഹോഫ് ഉണ്ടാക്കി അദ്ദേഹം പറഞ്ഞു, തെർമൽ ഇക്വിലിബ്രിയം ആണോ, യു ഹാവ് ഏബിൾ ടു പ്രൊഡ്യൂസ് ദ റേഡിയേഷൻ, ബട്ട് ഹൗ ദ റേഡിയേഷൻ ലുക്സ് ലൈക്ക് ഓർ ഹൗ ഇൻറ്റൻസ് ഇറ്റ് ഇസ് അതൊന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ലോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇദ്ദേഹം പറയുന്നത് ഏതാണ്ട് ഇങ്ങനെയാട്ടോ, അതായത് ഇ എന്ന് പറയുന്നത് നമുക്ക് എമിസീവ് പവറിനെ കാണിക്കാം, ഇ ബൈ എ. ഇതാണ് എ എന്ന് പറയുന്ന അബ്സോർബിലിറ്റി, ഇതെന്ന് വെച്ചാൽ പവർ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതൊരു ഫംഗ്ഷനാക്കി മാറ്റിയേക്കുവാണ് ടി ലാംഡ. ഇതിൻ്റെ അർത്ഥം എന്താ മക്കളെ? ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എമിസീവ് പവർ, ദ റേഷ്യോ ഓഫ് എമിസീവ് പവർ ആൻഡ് ദ അബ്സോർബിലിറ്റി എന്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയേക്കുക? എമിസീവ് പവറിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് എഴുതിയേക്കുക. ഫംഗ്ഷൻ ഓൺലി ഡിപ്പെൻഡ് ഓൺ ടീനെ. ഇപ്പം നമ്മളിങ്ങനെ എഴുതില്ലേടാ, ഡി ബൈ ഡി എക്സ് ഒരു ഫംഗ്ഷനാണ്, അത് എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതില്ലേ. ഇൻ ദ സെയിം വേ മിസ് എഴുതിയേക്കണത് എന്താ, ഇതാണ് ശരിക്കും നമ്മുടെ ക്രിച്ച്ഹോഫ് ലോ പറഞ്ഞ ആൾ അതിനെ ഈക്വൽ ടു ഒരു ഫംഗ്ഷനായിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഈ ഇ ബി എന്ന് പറയുന്ന ആളെ പറയണ പേരെന്താ അറിയോ? ഇ ബി ശരിക്കും എന്താ? ഇ ബി എന്ന് വെച്ചാൽ എമിസീവ് പവർ തന്നെയാണ്. എമിസീവ് പവർ തന്നെയാണ്. പവർ ഓഫ് ആരുടെയാ? ബ്ലാക്ക് ബോഡി. ഈ എന്ന് എടുത്തേക്കുന്ന എമിസീവ് പവർ, ഇ ബി എന്ന് വെച്ചാൽ എമിസീവ് പവർ ഓഫ് ബ്ലാക്ക് ബോഡി. അപ്പം റേഷ്യോ, ഇവരുടെ രണ്ടിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവറായിട്ട് എഴുതാൻ പറ്റും എന്നാണ് ക്രിച്ച്ഹോഫ് പറഞ്ഞേക്കണത് അല്ലേ.
ഇനി ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത എന്താണെന്നറിയാം അവിടെ. ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത അതിൻ്റെ അബ്സോർബിലിറ്റി എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ എന്ത് നമുക്ക് എഴുതാൻ പറ്റും? ഇത് 1 ആയിക്കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു ഇ ബി എന്ന് എഴുതാൻ പറ്റും. അതായത് എമിസീവ് പവറും ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവറും ഈക്വൽ ടു ഈച്ച് അതറാണ്. ഒരു ബോഡിയുടെയും ബ്ലാക്ക് ബോഡിയുടെയും എമിസീവ് പവർ ഈക്വൽ ടു ഈച്ച് അതർ എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇതിൻ്റെ അർത്ഥമാണ്, ഈ ഒരു പറഞ്ഞതിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ബോഡീസിനും, അതായത് ഇവിടെ ടിയും ലാംഡയും ഉണ്ട്. അപ്പം തെർമൽ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഏതൊരു ബോഡിക്കാണെങ്കിലും റേഡിയേഷൻ എമിറ്റ് ചെയ്യാൻ പറ്റും. അതാകെ ടീനെയും വീനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഒരു കാര്യം ഓർക്കുക, ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. E/A ഈക്വൽ ടു EB ഫംഗ്ഷനായിട്ട് എഴുതിയേക്കുന്നു മാത്രം. അടുത്ത ലോ നോക്കാം. സെക്കൻഡായിട്ടുള്ള ലോ ആണ് നമ്മുടെ സ്വന്തം സ്റ്റെഫാൻ ബോൾസ്മാൻ ലോ. ഇത് നേരത്തെ ലോ 1859 ആയിരുന്നു, ഇത് 1879. ഓക്കെ, അപ്പോൾ ഈ ലോ പറയണത് എന്താ അറിയോ? ഇത് നമ്മൾക്ക് കുറച്ചും കൂടെ ഫെമിലർ ആയിട്ടുള്ള, MSCക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. ഇത് സിലബസിൽ ഉണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒത്തിരി എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ്. ഇതിൻ്റെ സ്റ്റെഫാൻ ബോൾസ്മാൻ ലോയുടെ കോയിഫിഷ്യൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്, ഡയമെൻഷൻ ഏതാണെന്നൊക്കെ ഉള്ളത്. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ MSc പഠിക്കുമ്പോൾ ചോദിക്കണ ക്വസ്റ്റ്യനാണ്. അപ്പോൾ സ്റ്റെഫാൻ ബോൾസ്മാൻ ലോ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ അറിയോ? ഇത് 1879. അപ്പോൾ ഇത് നമ്മൾ പേര് ശ്രദ്ധിച്ച് ഇവർ 2 വ്യക്തികളാണെന്ന് മനസ്സിലാവും അല്ലേ? സ്റ്റെഫാനും ഉണ്ട്, ബോൾസ്മാനും ഉണ്ട്. ഈ സ്റ്റെഫാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആക്ച്വലി ഈ പറയുന്ന ലോയിനെ എക്സ്പെരിമെൻ്റലി ഫൗണ്ട് ചെയ്തത് ഇദ്ദേഹമാണ്. ബോൾസ്മാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ തിയററ്റിക്കൽ, ഈ ഓ ഉണ്ടല്ലോ, തിയററ്റിക്കൽ ബോൾസ്മാൻ. അപ്പോൾ തിയററ്റിക്കലായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ ബോൾസ്മാനും എക്സ്പെരിമെൻ്റലായിട്ട് കൊണ്ടുവന്നുണ്ട് ഈ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ. അപ്പം ഈ എക്സ്പെരിമെൻ്റലായിട്ട് കൊണ്ടുവന്ന ഇദ്ദേഹമാണ് 1879. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഓർക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ലോ എന്ന് പറഞ്ഞാലോ എന്താണെന്ന്. ഓക്കെ, ഇത് ഒത്തിരി കൺഫ്യൂസ് ആവണ്ട, ഈ ഭാഗം മാത്രം നോക്കിയത്, ഇത് മൊത്തം നോക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ലോ ഇവിടെ മാത്രം ഒന്ന് നോക്കിക്കേടാ. ഈ ഭാഗം ദ ടോട്ടൽ റേഡിയൻ്റ്, ഇതാണ് ഇതിൻ്റെ റൂള് അല്ലേ? ഇതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. സ്റ്റീഫാൻ ബോൾസ്മാൻ ലോയുടെ ഡെഫിനിഷനാണ് ഞാൻ വായിക്കുന്നത്. ദ ടോട്ടൽ റേഡിയൻ്റ് എനർജി emitted per unit area per second by a black body is proportional to the 4th power of its absolute temperature. എന്താ അതിൻ്റെ അർത്ഥം? ഇത്ര മാത്രമേ ഉള്ളൂ. ഓരോ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഓരോ പെർ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡിൽ ഒരു ബ്ലാക്ക് ബോഡി അല്ലെങ്കിൽ ടോട്ടൽ റേഡിയൻ്റ് എനർജി, ഒരു ബ്ലാക്ക് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയുടെ ടോട്ടൽ എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണലാണ്? 4th പവർ ഓഫ് ടിയോട് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുമോ പെട്ടെന്ന്? ദ ടോട്ടൽ റേഡിയൻ്റ് എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ് ബൈ, അതായത് ഒരു ബ്ലാക്ക് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് ടെമ്പറേച്ചർ എന്നാണ് പറയണത്. ഓക്കെ, ഇനിയും നമുക്ക് ബോർഡിലേക്ക് വരാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ വരും? അതായത് എനർജി, മുഴുവനായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് 4th പവർ ഓഫ് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് എൻ്റെ സ്റ്റീഫാൻ ബോൾസ്മാൻ ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോർമലായിട്ട് നമുക്കറിയാമല്ലേ, ഈ പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് കാണുകയേ ചെയ്യരുത്, ഇത് നമുക്ക് എങ്ങനെയും മാറ്റണം. ഇത് മാറ്റാനായിട്ട് വന്ന ഒരു കോൺസ്റ്റൻറ്റിൻ്റെ പേരാണ് സ്റ്റെഫാൻ കോൺസ്റ്റൻറ്റ് അല്ലേ? അങ്ങനെയല്ലേ, സ്റ്റെഫാൻ ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിനെ മിസ് വിളിക്കണ പേര് സിഗ്മ T⁴ എന്നാണ് കേട്ടോ. ഈ സിഗ്മയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ സിഗ്മ എപ്പോഴും നമ്മൾ MSc ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചോദിക്കണ ഒരു ക്വസ്റ്റ്യനാണ് സിഗ്മയുടെ വാല്യൂ, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കുന്ന സിഗ്മയോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. അപ്പം ഈ ഒരു സിഗ്മയെ നമ്മൾ പറയുന്ന പേരെന്താ മക്കളെ? സ്റ്റെഫാൻ ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ സിഗ്മയുടെ വാല്യൂ അറിയുമോ? നോക്കിയേ, 5.67 ഇൻറ്റു 10⁻⁻8. ഓക്കെ, സ്ക്വയർ മൈനസ് ആണേ, ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ, +4. ഇത് 2 നെഗറ്റീവാണ് കേട്ടോ. ഇതെങ്ങനെയാണ് നമ്മൾ പഠിക്കുക അറിയോ? നമുക്ക് ഓൾറെഡി നമ്മൾ കുറേ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആക്ച്വലി സ്റ്റെഫാൻ ബോൾസ്മാൻ ലോ എന്ന് പറയുന്നത് ഇതാണെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് സിഗ്മ T⁴. അങ്ങനെയാണെങ്കിൽ സിഗ്മയുടെ വാല്യൂ അറിയാൻ നോക്കിയേ, T⁴. അതായത് നമ്മൾ 1 2 3 4 5 അങ്ങനെ അതിൽ 4 വരെയുള്ള കാര്യം ഈ ഇക്വേഷനിൽ കണ്ടു. ഇനി സിഗ്മയ്ക്ക് അപ്പോൾ അടുത്തത് എന്താ വാല്യൂ വരിക? 5 5 6 7 8.
പക്ഷേ മനസ്സിലായോ, 4 ഓൾറെഡി ഇക്വേഷനിലുണ്ട്. അടുത്ത സിഗ്മയുടെ വാല്യൂ അപ്പം 5, 6, 7, 8. അപ്പോൾ 5.67 × 10⁸. ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ ഡോട്ട് വരുന്നത് കൊണ്ട് ഇവിടെ മൈനസ് ഉണ്ട്. അങ്ങനെ ജസ്റ്റ് ചുമ്മാ ആലോചിച്ചാൽ മതി. 567 എന്ന് എഴുതുവായിരുന്നേ കുഴപ്പമില്ല. ഇവിടെ 5.67 × 10⁻⁸ കേട്ടോ. യൂണിറ്റും ജസ്റ്റ് ഒന്ന് നോക്കുക. 2ഉം 4ഉം ആണ്, നെഗറ്റീവും ഉണ്ട്. ഓക്കെ, ഇനി ഇതിന് എന്തൊക്കെയാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നൊന്ന് പറയട്ടെ. എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ദേ മെഷേർഡ് ടോട്ടൽ എനർജി എമിറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ, അതായത് സ്റ്റെഫാൻ ബോൾസ്മാൻ ലോയിനെ മിസ് എസ് ബി എന്ന് എഴുതുക കേട്ടോ. അങ്ങനെ എഴുതാൻ പാടുണ്ടോ അറിയില്ല, മിസ് അങ്ങനെ എഴുതുവാണ്. അതായത് എസ് ബി ലോ. അപ്പോൾ സ്റ്റെഫാൻ ബോൾസ്മാൻ ലോ എന്താ പറയുക നോക്കൂ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ദേ മെഷേർഡ് ടോട്ടൽ എനർജി. സത്യം പറഞ്ഞ് ഇവർ ടോട്ടൽ എനർജി തന്നു. അതായത് നേരത്തെ നമുക്ക് എനർജി ഒന്നും കിട്ടിയില്ലടാ. നേരത്തെ നമ്മളോട് പറഞ്ഞ ഒരു കണ്ടീഷൻ പറയാം, തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഇവിടെ നമ്മളോട് പറയുന്നത് ബ്ലാക്ക് ബോഡിയുടെ ടോട്ടൽ എനർജിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി ടെൽസ് അബൌട്ട് ദ ടോട്ടൽ എനർജി ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ബ്ലാക്ക് ബോഡി. അപ്പം എസ് ബി ലോ എപ്പോഴും ഒരു ബ്ലാക്ക് ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ എനർജിയെക്കുറിച്ചുള്ള ഐഡിയ നമുക്ക് തരും. ദേ മെഷേർഡ് ടോട്ടൽ എനർജി. ഓക്കെ, ദിസ് ടെൽസ് ഹൗ ടോട്ടൽ എമിഷൻ ചേഞ്ചസ് വിത്ത്, മാത്രമല്ല ഹൗ ടോട്ടലായിട്ടുള്ള എമിഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നത്, ഡെൽറ്റ സ്മോൾ ചേഞ്ച് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് ടോട്ടൽ എമിഷൻ്റെ ചേഞ്ച് കാണിക്കും. സോ ദിസ് ലോ അബൌട്ട് ദ ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് നോട്ട് ഇറ്റ് ഷേപ്പ്. പക്ഷേ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി നമുക്ക് ടോട്ടൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ ഏരിയ അണ്ടർ കർവാണ് തരുന്നത്. ടോട്ടൽ ഏരിയ അണ്ടർ കർവാണ് തരുന്നത്. പക്ഷേ ആ റേഡിയേഷൻ്റെ അല്ലെങ്കിൽ ആ കർവിൻ്റെ ഷേപ്പിനെ കുറിച്ച് ഒന്നും തന്നെ നമുക്ക് മനസ്സിലായില്ല. അത് ഞാൻ ആദ്യം ഒരു ഗ്രാഫ് കാണിക്കേണ്ടിയായിരുന്നു. എനിവേ ഞാൻ ലാസ്റ്റിൽ അതിലേക്ക് വരാം കേട്ടോ. അതായത് നമ്മൾ കൂടുതൽ കൺസെപ്റ്റ് ഇല്ല, വേണ്ട കാര്യങ്ങൾ മാത്രം പറയുന്നതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ വിഴുങ്ങി പോകുന്നത് കേട്ടോ. എനിവേ, അപ്പം ഒരു ലിമിറ്റേഷൻ ഓർത്ത് കഴിഞ്ഞാൽ എന്താണേലും ടോട്ടൽ എനർജിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ കർവ് ഈ പറയുന്ന ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ ഈ പറയുന്ന എനർജി ഡെൻസിറ്റിയും ഫ്രീക്വൻസിയും ഒക്കെ വെച്ച് റേഡിയേഷൻ്റെ ഒരു ഗ്രാഫ് വരച്ചാൽ അതിൻ്റെ ഷേപ്പിനെ കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കാൻ നമ്മുടെ സ്റ്റെഫാൻ ബോൾസ്മാൻ ലോയ്ക്ക് പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് വേണം? വേറൊരു ലോ വേണം. അപ്പം ക്രിച്ച്ഹോഫ് ലോ കൊണ്ട് പറ്റിയില്ല ഇൻ ദ സെൻസ് ഇവരെയും കൊണ്ടൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റി, പക്ഷെ മുഴുവനായില്ല അല്ലേ. അതായത് ഒരു സബ്ജക്റ്റ്, ഫിസിക്സിൻ്റെ എല്ലാ സബ്ജക്റ്റും ഒരു മിസ്സ് പഠിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? എല്ലാം തീരുമോ? ഇല്ല, കുറച്ചായിട്ട് എല്ലാവരും പറയണം അല്ലേ, അങ്ങനെ പറ്റുള്ളൂ. ഇൻ ദ സെയിം വേ എന്താ പറയുക, അത് എല്ലാ ലോസിനും പറ്റിയില്ല. അപ്പോൾ കുറേ ലോസ്. ഇപ്പോൾ 2 ലോ കഴിഞ്ഞു. ഇനി അടുത്ത ലോ വളരെ ഫേമസ് ആണ്, വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. അതിലേക്ക് പോവാം. അപ്പോൾ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ഒന്ന് നോക്കിക്കേ. അതായത് ഇതിനെ അടുത്തത് 1893 കേട്ടോ. ആദ്യം 1859, 1879, ഇത് എത്രയാടാ ഇത് 1893 കേട്ടോ. അപ്പോൾ ഈ വേസ് ലോ ഒന്ന് എഴുതി വെക്കോ. വേസ് ലോ, വീൻ ട്രൈങ് ടു ഡിസ്ക്രൈബ് ദ ഷേപ്പ്. അപ്പം നേരത്തെ മിസ് പറഞ്ഞു ആ കർവിൻ്റെ ഷേപ്പിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലായി എന്താണ് അവിടെ വന്ന ലിമിറ്റേഷൻ. അപ്പോൾ അതിനെ തിരുത്തലാണ് അടുത്ത പണി. അപ്പോൾ വേസ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ വേസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അടുത്തത് ചെയ്തത് ഈ ഗ്രാഫിൻ്റെ അല്ലെങ്കിൽ ഈ കർവിൻ്റെ ഷേപ്പിനെ കുറിച്ച് സംസാരിച്ചു. ഓക്കെ, അതുപോലെ തന്നെ ദ വേവ് ലെങ്ത് ലാംഡ മാക്സ് കറസ്പോണ്ടിങ് സ്പെക്ട്രം. ഓക്കെ, ഇത് കംപ്ലീറ്റ് അല്ലേ? ദ വേവ് ലെങ്ത് ലാംഡ മാക്സ് കറസ്പോണ്ടിങ് ടു. ഓക്കെ, ഈ സ്പെക്ട്രം അങ്ങ് വെട്ടിയേക്കുന്നുണ്ട്. ഇവിടെ വായിക്കാവേ. ദ വേവ് ലെങ്ത് ലാംഡ മാക്സ് കറസ്പോണ്ടിങ് ടു മാക്സിമം എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. എന്തിനെ പറ്റിയാടാ പറഞ്ഞത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പോൾ വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് ലോ പറഞ്ഞ എന്താ? ലാംഡ ഈ റേഡിയേഷൻ്റെ മാക്സിമം വേവ് ലെങ്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ മാക്സിമം എനർജിക്ക് വിത്ത് റെസ്പെക്റ്റ് ടു ആയിട്ടുള്ള മാക്സിമം വേവ് ലെങ്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ആ നോട്ടിൽ നോക്കിയാൽ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇത്രയും ഓർത്താൽ മതി കേട്ടോ. മിസ് കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാം. വീൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റെഫാൻ ബോൾസ്മാൻ ലോയിനെ എടുത്തിട്ട് എന്ത് ചെയ്തു? അതിനെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇവരെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലോയിനെ, പ്രീവിയസ് ലോയിനെ അവർ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ എക്സ്റ്റെൻഡ് ചെയ്യുവാണ് ശ്രമിക്കുക, എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ വീൻസും ഇതുപോലെ തന്നെ ആ സ്റ്റെഫാൻ ബോൾസ്മാൻ ലോയിനെ എടുത്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എന്തിനാണ് എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ എക്സ്റ്റെൻഡ്
to obtain the energy density per unit frequency of the emitted black body radiation. അതായത് എമിറ്റ് ചെയ്ത് വരുന്ന ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ എന്താണ് എക്സ്റ്റെൻഡ് ടു ഒബ്റ്റെയിൻ ദ എനർജി ഡെൻസിറ്റി. അപ്പം ഈ ലോയിനെ ഇദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്തത് ഇവിടെ എനർജി, ഇവിടം തൊട്ടാണ് കറക്റ്റ് കാര്യം വരുന്നത്. അതായത് എനർജി ഡെൻസിറ്റീനെ കാണാനായിട്ട് ആരുടെ പെർ യൂണിറ്റ് ഫ്രീക്വൻസി, അതായത് ഓരോ പെർ യൂണിറ്റ് അല്ലെങ്കിൽ ഓരോ 1 ഹെർട്സ്, ഓരോ പെർ യൂണിറ്റ് ഫ്രീക്വൻസിക്ക് അനുസരിച്ചുള്ള എനർജി ഡെൻസിറ്റി കാണാനായിട്ട് ഓഫ് ദി ആരുടെ ചുമ്മാ ഇരിക്കുന്ന ആളുടെ അല്ല, പുറത്തേക്ക് എമിറ്റ് ചെയ്ത് വരുന്ന ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ. അപ്പോൾ വീൻ അതാണ് ചെയ്തത്. അപ്പോൾ വീൻ എന്താ ചെയ്തത്? വീൻ took the Stefan-Boltzmann law and he extended it to find out the energy density per unit frequency of the emitted black body radiations. So how would be the equation then? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ? എന്തായിരിക്കും? എനർജി ഡെൻസിറ്റി എന്ന് വെച്ചാൽ U of V, അതായത് എനർജി ഡെൻസിറ്റി വെച്ചാൽ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് ഫ്രീക്വൻസിയും ടെമ്പറേച്ചറും അനുസരിച്ചുള്ള എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇത് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. (μ³ e⁻⁻β⁴ ഓക്കെ, ഇതറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതാണ് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. ഇതറിയില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുക സമയം കിട്ടുമ്പോൾ. അപ്പം മോർ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ വീൻസ് ലോയുടെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന്, അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കി പഠിച്ച് വെക്കുക. എന്തെങ്കിലും ഓപ്ഷനിലായിട്ട് ചോദിച്ചാലോ. അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വെച്ചോളൂ. വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറയുന്നത് എനർജി ഡെൻസിറ്റി അനുസരിച്ചാണ്. എനർജി ഡെൻസിറ്റി എപ്പോഴും ഞാൻ എപ്പോഴും എനർജി ഡെൻസിറ്റി എഴുതുന്ന U ആയിട്ടാണ്. U ബ്രാക്കറ്റിൻ്റെ അകത്ത് (μ,T) എന്ന് വെച്ചാൽ എനർജി ഡെൻസിറ്റി വരുമ്പോൾ ഫ്രീക്വൻസിയും ടൈമും വരും. അപ്പം അത് ഈക്വൽ ടു എങ്ങനെയാണ്? (a⁻³ e⁻⁻β⁴ ഓക്കെ. അപ്പോൾ ഇതാണ് വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ നമുക്ക് പറയണത്. മാത്രമല്ല വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോയിൽ നമ്മളൊരു പീക്കായിട്ടുള്ളൊരു കാര്യം കൂടെ പഠിക്കുന്നുണ്ട്. അതായത് സത്യം പറഞ്ഞാൽ ഫ്രീക്വൻസിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ മാക്സിമം എനർജിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. വേറൊരു ഇക്വേഷൻ നമ്മൾ വേവ് ലെങ്തിന് അപ്രോക്സിമേറ്റ് ആയിട്ട് ഇങ്ങനെയും കൂടെ പഠിക്കുന്നുണ്ട് ചില ടെക്സ്റ്റിലല്ല നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് വേവ് ലെങ്ത് മാക്സിമം എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൻ്റെ പ്രൊഡക്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ട്, ആ ബിക്കൊരു കോൺസ്റ്റൻ്റ് ആണ്. ബിക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. ബിയുടെ വാല്യൂ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോ. അത് വെയിൻസ് കോൺസ്റ്റൻ്റ് എന്നായിരിക്കണം ചോദിക്കാം. അപ്പം ബിയുടെ വാല്യൂ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ. ഇതെനിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻസ് ഓർമ്മയുള്ളതുകൊണ്ടാണ് നോട്ടിൽ ഞാൻ അങ്ങനെ വന്നേക്കണം. 2.898 × 10⁻³ m/k എന്നൊരു ഇക്വേഷൻ എപ്പോഴോ നമ്മൾ എടുത്തിട്ടുള്ളത് പോലൊരു ഓർമ്മയുണ്ട് കേട്ടോ. ബി എന്ന് പറയുന്നത് 2.898 × 10⁻³ അത് നമുക്ക് ഓൾറെഡി അറിയാം, m/k അല്ലേ. അതായത് ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് പീക്ക് ഷിഫ്റ്റ് ഷോർട്ടർ വേവ് ലെങ്തിലേക്ക് വരും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണാലിറ്റി ആയിരുന്നു കാണിക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഇവിടെ എന്തോ ഒരു അതായത് ഒരു കാര്യം ഓർത്തോണം. വെയിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേവ് ലെങ്ത്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കാര്യം ഓർക്കേണ്ടത്, അത് ഞാൻ എഴുതിത്തരാവേ. ഇപ്പം ഇവിടുത്തെ കൺഫ്യൂഷൻസ് ഒക്കെ അങ്ങ് മാറ്റിയേക്ക്. ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക, പിന്നെ ജസ്റ്റ് ബിയുടെ വാല്യൂം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. എപ്പോഴും ഓർത്തോണം, വീൻ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ആ ടെമ്പറേച്ചർ കൂടുകയെന്ന് വിചാരിക്കുക. നിങ്ങളുടെ അബ്സല്യൂട്ട് സീറോയിൽ നിന്ന് നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുക വിചാരിക്കുക. ഒരു ബ്ലാക്ക് ബോഡിയുടെ ഒരു പെർട്ടിക്കുലർ ബോഡിയുടെ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ പീക്ക് എപ്പോഴും അതിൻ്റെ ഷിഫ്റ്റ് ചെയ്യുന്നത് ഷോർട്ടറിലേക്കാണ്. എന്ന് വെച്ചാൽ എന്താ, ഷോർട്ടർ വേവ് ലെങ്ത് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇതിൻ്റെ അർത്ഥം തന്നെ എന്താ, ടെമ്പറേച്ചർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ലാംഡ എന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൺസിഡറേഷനാണ് നമ്മൾ വീൻസിൽ പഠിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ വേവ് ലെങ്ത് കുറഞ്ഞ് വരിക ചെയ്യുക. അപ്പോൾ വേവ് ലെങ്ത് കുറവുള്ള കളേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് വിചാരിക്കാൻ പറ്റും. ഇനി അതിലേക്കൊന്നും പോകണ്ട, വേവ് ലെങ്ത് കുറഞ്ഞായിരിക്കും കിട്ടുക. അങ്ങനെ പറയുകയാണെങ്കിൽ വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലൂവർ ആയിട്ടുള്ളൊരു സൈറ്റ് ആയിരിക്കും. വേവ് ലെങ്ത് കൂടിയ ലൈറ്റ് ഏതാടാ? റെഡിനല്ലേ വേവ് ലെങ്ത് കൂടുതൽ.
അതുകൊണ്ടല്ലേ നമ്മൾ ട്രാഫിക്കിലൊക്കെ റെഡിനെ അല്ലെങ്കിൽ ബ്രേക്കിലൊക്കെ നമ്മൾ റെഡ് ലൈറ്റ് റെഡ് റിഫ്ലക്റ്റ് ചെയ്യാൻ കാര്യം എന്താ, ദൂരേന്ന് വന്നാലും നമുക്ക് കാണാൻ പറ്റും. കാരണം അത്ര ഹൈ ആയിട്ടുള്ള വേവ് ലെങ്ത് ആണ്, ഫ്രീക്വൻസി കുറവാണ്. അപ്പോൾ ഇവിടെ ഞാൻ മിസ്സ് പറഞ്ഞു ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ വേവ് ലെങ്ത് കുറയും. അതിൻ്റെ അർത്ഥം വേവ് ലെങ്ത് കുറവുള്ളൊരു കളറായിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു ബ്ലൂ എന്നൊക്കെ ഞാൻ പറയുകയാണ്, ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്ത് പറയുകയാണ്. അങ്ങനെയുള്ള ഒരു ബ്ലൂ, അങ്ങനെയൊക്കെയുള്ള ഒരു ബ്ലൂവർ സൈറ്റൊക്കെ നമുക്ക്, അതായത് നമ്മൾ റെഡ് ഷിഫ്റ്റ് ബ്ലൂ ഷിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ കമ്പാരറ്റ്ലി ബ്ലൂ അല്ലേ എടുക്കുക. അങ്ങനെ ഇനി അടുത്തപ്പോൾ ഇതിലേക്കൊന്നും പോകണ്ട, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ടെമ്പറേച്ചർ കൂടുമ്പം ഷോർട്ടർ വേവ് ലെങ്തിലേക്ക് പോകുന്നു. ഇനി അടുത്തത് നമുക്കറിയാവുന്നതാണ് റെയ്ലേ ജീൻസ് ലോ. അപ്പം റെയ്ലേ ജീൻസിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ആൾ വന്നതെന്ന് അറിയണമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് എല്ലാവർക്കും അറിയാം അല്ലേ. വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എപ്പോഴും ഷോർട്ടർ വേവ് ലെങ്തിനെ ആശ്രയിച്ചിരിക്കും. കാരണം ഷോർട്ടർ വേവ് ലെങ്ത് റീജിയനിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് വെയിൻസിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വെയിൻസ് ലോ ഡിസ്ക്രൈബ് വെയർ ദ മാക്സിമം ഒക്കേഴ്സ് നോട്ട് ദ ഫുള്ളി ഇൻറ്റൻസിറ്റി. അല്ലെങ്കിൽ നമുക്കൊരു, അതായത് വെയിൻസ് എപ്പോഴും ലാംഡ മാക്സ് ആയിട്ട് എവിടെയാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് മാക്സിമം എവിടെയാണ് മാക്സിമം എന്നുള്ള കേസാണ്. അല്ലാതെ ഒരു കർവ് എടുത്താൽ അതിൻ്റെ ലാംഡ മാക്സ് എവിടെയാണെന്ന് ചിലപ്പോൾ നമുക്കൊരു ഇക്വേഷൻ വെച്ചിട്ട് മനസ്സിലാവും. പക്ഷേ ഈ കർവിൻ്റെ മൊത്തമായിട്ടുള്ള ഇൻറ്റൻസിറ്റിയെക്കുറിച്ച് ഒരു ഐഡിയയും ഇവർ തരില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ഓർത്താൽ വീൻസ് എപ്പോഴും, ഇതാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഓർക്കേണ്ടത്, വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എപ്പോഴും ഷോർട്ടർ വേവ് ലെങ്തിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഈ ലോകത്ത് ഷോർട്ടർ വേവ് ലെങ്ത് മാത്രമല്ല, അല്ലെങ്കിൽ ഈ ലോകത്ത് ഒരു കാര്യത്തിനും, ഇപ്പോൾ നമുക്ക് ഒരു കാര്യവും നമ്മൾ ജനറലായിട്ട് പറയുന്ന ഒരു കാര്യവും കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടി മാത്രം നമ്മൾ പറയില്ല, നമ്മളത് അംഗീകരിക്കില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എർത്തിലുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടി യൂസ്ഫുൾ ആവുന്ന, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും പോസിബിളായിട്ടുള്ളൊരു ലോ മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഷോർട്ടറായിട്ടുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാം, ലോങ്ങറായിട്ടുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ ഗ്രാവിറ്റി പോലും ഷോർട്ടറായിട്ടുള്ള ആൾക്കാർക്കും ലോങ്ങറായിട്ടുള്ള ആൾക്കാർക്കും രണ്ട് പേർക്കും രണ്ട് രീതിയിലൊന്നും അല്ല അല്ലേ. അവർ രണ്ട് കൂട്ടരും ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഷോർട്ടർ വേവ് ലെങ്തിന് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അന്നും പറഞ്ഞുകൊണ്ട് വെയിൻസിനെ മുഴുവനായിട്ട് നമുക്ക് വെയിൻസ് ലോയിനെ കളയാനും പറ്റില്ല. അതിന് കാരണം ഞാനിപ്പോൾ പറയാം. അപ്പോൾ ഒറ്റ ഒരു കാര്യം ഓർക്കുക, വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ യൂസ് ചെയ്യുന്നത് only for shorter wavelength. This is actually the important point that you have to remember. Okay. അങ്ങനെയാണെങ്കിൽ റെയ്ലേ ജീൻസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് ദ എനർജി ഡെൻസിറ്റി, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം എനർജി ഡെൻസിറ്റിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. എനർജി ഒരു ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ എനർജി ഡെൻസിറ്റി പെർ യൂണിറ്റ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന ഇക്വേഷൻ 8π/c³ kT എന്നുള്ളതാണ് കേട്ടോ. KB എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ബോൾസ്മാൻ. അപ്പോൾ 8π/c³ kBT, അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് 8π/kT ഈ c³ പകരം λ⁴ എന്നും എഴുതാറുണ്ട്. ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് എഴുതി വെക്കുക. 8π/c³, അതായത് ഇതെന്താ മാറ്റം എന്താ, അതായത് ν/c നമുക്കറിയാം, c/ν എന്ന് പറയുന്നതല്ലേടാ ലാംഡ. അങ്ങനെയാണെങ്കിൽ ν/c എന്ന് വെച്ചാൽ 1/λ അല്ലേ, അതങ്ങ് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അതായത് 3ഉം 4ഉം, അപ്പം ν²/c ഇതിനെ എനിക്ക് മൊത്തമായിട്ട് λ⁴ എന്ന് എഴുതാൻ പറ്റും കേട്ടോ. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. സോ അപ്പോൾ റെയ്ലേ പറഞ്ഞത്, ഇനിയും റെയ്ലേയുടെ ഇപ്പോൾ ഇക്വേഷൻ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ എഴുതണോ? ν/T എന്ന് പറയുന്നത് 8π, ഇങ്ങനെ പഠിച്ചാലും മതി കേട്ടോ മക്കളെ, c³ kT. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണെന്ന്, ദിസ് ആക്ച്വലി ടെൽസ് അബൌട്ട് ദ ലോങ് വേവ് ലെങ്ത് ഉള്ള റീജിയനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ദിസ് ടെൽസ് അബൌട്ട് ദ ലോങ് വേവ് ലെങ്ത് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് ഇവർ പറയണത്. 1 minute, I just want to. ഓക്കെ, സോ അപ്പം ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോങ് ആയിട്ടുള്ള വേവ് ലെങ്തുകൾക്കാണ് ഇവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. ലാംഡ എന്ന് വെച്ചാൽ വേവ് ലെങ്ത്. ഇപ്പോൾ ലോങ് വേവ് ലെങ്തിലേക്കാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ബട്ട് ഫോർ ഷോർട്ട് വേവ് ലെങ്ത് ഇറ്റ് ഈസ് പ്രെഡിക്റ്റഡ് ഇൻഫിനിറ്റ് എനർജി. പക്ഷേ ഷോർട്ട് വേവ് ലെങ്തിൽ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഷോർട്ട് ലാംഡാസിൽ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് വീൻസിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയും
ഈ ഒരു റെയ്ലേ ജീൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്ലാസിക്കൽ ലോ ആണ് കേട്ടോ, അതും കൂടെ ഒന്ന് മനസ്സിൽ വെക്കണേ. ദിസ് ഈസ് ആക്ച്വലി ക്ലാസിക്കൽ ലോ. അതായത് റെയ്ലേ ജീൻസ് അല്ലേ, റെയ്ലേ ജീൻസ് ലോ എന്ന് പറയുന്നത് ക്ലാസിക്കൽ ലോ ആണ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞേ, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ഷോർട്ടർ ലാംഡയ്ക്ക് പറയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ക്വാണ്ടം തിയറിയുടെ അപ്രോച്ച് വരും. ക്ലാസിക്കൽ ആയതുകൊണ്ട് നമുക്കത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അപ്രോക്സിമേറ്റ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ക്വാണ്ടം തിയറി കുറച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അവസാനമായിട്ട് വന്നൊരു ലോ ആണ് പ്ലാങ്ക്സ് ലോ. പ്ലാങ്ക്സ് ലോ എന്താ പറയുന്നത്? ശരിക്കും പ്ലാങ്ക്സ് ലോ എന്ന് പറയുന്നത് ഇത്രയും കാലഘട്ടത്തിലാണ് പ്ലാങ്ക്സ് ലോ വരുന്നത്. 90s ആയി അല്ലേ? ഓക്കെ, അപ്പോൾ പ്ലാങ്ക്സ് ലോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്വാണ്ടം തിയറിയാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ ക്വാണ്ടം തിയറി വന്നപ്പോൾ തന്നെ ഒരു ആശ്വാസമായി. കാരണം കുറേ കാര്യങ്ങളെ നമുക്ക് എന്താണെങ്കിലും ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ കാരണം ക്ലാസിക്കൽ വെച്ചിട്ട് രണ്ട് കാര്യങ്ങളെ ഒന്നിച്ചൊന്നും ഒരു ചെറിയ പാർട്ടിക്കിളിൻ്റെ മൈക്രോസ്കോപ്പിക് ലെവലിലൊന്നും നമുക്ക് പറയാനേ പറ്റില്ല. അപ്പോൾ ഏതായാലും ക്വാണ്ടം തിയറി അവിടെ അപ്രോക്സിമേറ്റ് ആയപ്പോൾ തന്നെ പകുതി പ്രശ്നം സോൾവ് ആയി ക്വാണ്ടം തിയറി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ പ്ലാങ്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്കി സയൻറ്റിസ്റ്റുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. അതായത് നമുക്ക് കിർച്ചോഫ് ലോ അനുസരിച്ച്, അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, കിർച്ചോഫ് ലോ അനുസരിച്ച് എനിക്ക് അബ്സോർബിറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റി. സ്റ്റീഫൻ ബോൾസ്മാൻ ലോ അനുസരിച്ച് എന്താണ് എനർജി എന്ന് പറയുന്നത് T⁴ ആണെന്ന് മനസ്സിലായി. വെയിൻസിൻ്റെയും റെയിലിങ്ങിൻ്റെയും ലോ അനുസരിച്ച് എനർജി ഡെൻസിറ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇവർ എനർജി ഡെൻസിറ്റികൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നത്. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഒരു ബ്ലാക്ക് ബോഡിയിൽ നിന്ന് വരുന്ന റേഡിയേഷനെ മനസ്സിലാക്കിയേക്കുന്നതിൻ്റെ വ്യത്യാസത്തിലാണ് ഇതെല്ലാം വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ റേഡിയേഷൻസ് ഒരിക്കലും ഇങ്ങനെ മൊത്തമായിട്ട്, അല്ലെങ്കിൽ ആ ലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഫുള്ളായിട്ട് പോകുന്നൊരതല്ല. ലൈറ്റ് എന്ന് പറയുന്നത് പാക്കറ്റ്സ് ആണ്. ആ പാക്കറ്റ്സിന് എന്താ പറയുന്നത്? ഫോട്ടോൺസ് അല്ലേ? അല്ലെ ക്വാണ്ടയാണ് ശരിക്കും ഫോട്ടോൺസ് അല്ലേ? അതായത് ഇങ്ങനെ നമ്മൾ വിചാരിക്കണ പോലെ അല്ല ലൈറ്റ് എന്ന് പറയുന്നത്. പകരം ലൈറ്റ് കുറച്ച് ഡിസ്ക്രീറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ലൈറ്റ് കുറച്ചൊന്ന് ഒന്ന് സേവ് ചെയ്തൊരു ഫോട്ടോൺ പോലെയാണ് ലൈറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ എനർജി ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ഇൻ ഡിസ്ക്രീറ്റ് ക്വാണ്ട ഓഫ് എനർജി. അതായത് വേർഡ് ഡിസ്ക്രീറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കണ്ടിന്യൂസ് അല്ല, പക്ഷെ എന്തോ ഒരു റെസ്ട്രിക്ഷൻ, എന്തോ ഒരു പിടുത്തം ലൈറ്റിനുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ റേഡിയേഷൻ അങ്ങ് ഫ്ലോ ചെയ്തങ്ങ് വരുമല്ല, ക്വാണ്ടാസ് ആയിട്ടാണ്. ഓക്കെ, അവിടെ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തു. ദിസ് ലോ സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ദ എൻറ്റയർ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം. ഈ ഒരു ലോ വന്നതോടെ ദ സിമ്പിൾ തിങ് ഈസ് ദാറ്റ് പ്ലാങ്ക് ഇത്രേ പറഞ്ഞുള്ളൂ, ദാറ്റ് ദ ലൈറ്റ് ഈസ് കൺസിഡർ ആസ് ഫോട്ടോൺസ്. ഓക്കെ, ആ ഒരു വാക്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ലോയും അദ്ദേഹത്തിൻ്റെ ഇക്വേഷൻസും ഒക്കെ ഡെവലപ്പായി. അതിൽ നിന്ന് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ സ്പെക്ട്രത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും, എല്ലാ ഇത്രയും നേരത്തെയുള്ള ഡിസഡ്വാൻറ്റേജസും ഓക്കെ ആയിട്ട് സ്പെക്ട്രം നമുക്ക് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇനി നിങ്ങൾക്ക് അതെങ്ങനെയൊക്കെ അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇതിനു വേണ്ടി ഇരുന്ന് നോക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് വല്ല ടെക്സ്റ്റൊക്കെ വായിച്ച് നോക്കുക. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ടെക്സ്റ്റൊക്കെ മിസ് റെഫർ ചെയ്യുമ്പോൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ, അല്ലെങ്കിൽ കമൻറ്റിലിടാം. എനിവേ, അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം ഞാൻ ഞാൻ പെട്ടെന്നൊന്ന് പറയട്ടെ. ആദ്യം നമ്മൾ കിർച്ചോഫ് ലോ ആയിരുന്നു പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ലോ എന്ന് പറയുന്നത് 80s ആണ് അല്ലേ? 1859 അദ്ദേഹം എമിസീവ് പവറും അബ്സോർബിലിറ്റിനെയും ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. പിന്നെ വരുന്നത് സ്റ്റെഫാൻ ബോൾസ്മാൻ ലോ വരുന്നുണ്ട്. അത് 1879 വരുന്നത്. അവരൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ എനർജിനെ കുറിച്ചായിരുന്നു. പിന്നെ നമ്മുടെ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ 1893 വരുന്നു. പിന്നെ വരുന്നത് റെയ്ലേ ജീൻ്റെ എന്ന് പറയുമ്പോൾ ക്ലാസിക്കലാണത്. ലോങ്ങർ വേവ് ലെങ്തിനും ഇവർ ഷോർട്ടർ വേവ് ലെങ്തിനും. ഇദ്ദേഹത്തിൻ്റെ ഏതായാലും 90s ആയെന്ന് തോന്നുന്നല്ലേ? ഇല്ല, ഇദ്ദേഹത്തിൻ്റെ ഇയറും 90s ആണ് കേട്ടോ. 90. അടുത്തത് വരുന്നത് എന്തായിരുന്നു? നമ്മുടെ പ്ലാങ്ക് അല്ലേ? പ്ലാങ്കും 90s ആണ്. ഓക്കെ, പ്ലാങ്ക്. അപ്പം പ്ലാങ്കിൻ്റെ വന്നതോടെ എല്ലാ പ്രശ്നവും തീർന്നു. ദേ കൺസിഡർ ദാറ്റ് ദ ലൈറ്റ് ഈസ് ആക്ച്വലി കൺസിഡർ ആസ് എ ക്വാണ്ട ഓഫ് ഫോട്ടോൺസ്. അപ്പോൾ പ്ലാങ്ക്സ് ലോയുടെ പ്രത്യേകത എക്സ്പ്ലെയിൻ ദ എൻറ്റയർ ബ്ലാക്ക് ബോഡി കാണിച്ചു തരാവേ. എവിടെ? ഓക്കെ, നോക്കിയേ, പ്ലാങ്ക്സ് ലോയുടെ പ്രത്യേകത എന്താ? പ്ലാങ്ക്സ് ലോ എക്സ്പ്ലെയിൻ ദ എൻറ്റയർ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം. അതായത് ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യവും പ്ലാങ്ക്സ് ലോയ്ക്ക് പറയാനായിട്ട് പറ്റി.
വെയിൻ ലോ റെഡ്യൂസസ് ടു വെയിൻ ലോ അറ്റ് ഷോർട്ട് വേവ് ലെങ്ത്, റെഡ്യൂസ് ടു റെയിലേ അറ്റ് ലോങ് വേവ്. ഇവരെ രണ്ടുപേരെ റെഡ്യൂസ് ചെയ്തു. സ്റ്റെഫാൻ ബോൾസ്മാൻ ലോ ആൻഡ് വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോസ് റിസൾട്ട് വെൻ ഇൻ്റഗ്രേറ്റഡ് ഓർ ഡിഫറൻഷ്യേറ്റഡ്. ഓക്കെ, അപ്പോൾ സ്റ്റെഫാൻ ബോൾസ്മാൻ ലോയും വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോയും ഗിവൺ നമുക്ക് റിസൾട്ട് ചെയ്യും. അതായത് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുവോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവരിൽ നിന്ന് നമുക്ക് സ്റ്റെഫാൻ അല്ലെങ്കിൽ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് എത്താനും പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഗ്രാഫ് ഞാൻ ഇൻക്ലൂഡ് അല്ല. അപ്പം ഗ്രാഫ് ഇതിൻ്റെ കർവ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഓപ്ഷൻസിലെങ്ങാനും ചോദിച്ചാലോ, ഇത് എക്സ്, ഇത് വൈ, ഇത് നിങ്ങളൊന്ന് എഴുതുമോ? കാരണം ഇവിടെ എഴുതാൻ സ്ഥലമില്ല. ഇത് ഫ്രീക്വൻസിനെ സൂചിപ്പിക്കുന്നു കേട്ടോ. ഈ ഭാഗം ഏതിനെയാണെന്നറിയാവോ? എനർജി ഡെൻസിറ്റി. ഞാൻ ED എന്ന് എഴുതുക കേട്ടോ. എനർജി ഡെൻസിറ്റി ആണേ. ഓക്കെ, എനർജി ഡെൻസിറ്റി ആകുമ്പോൾ WS മീറ്റർ ക്യൂബ് ഹേർട്സ് ആയിരിക്കും. യൂണിറ്റ് എന്ന് പറയുമ്പം ഇതാണ് കേട്ടോ. അതായത് എക്സ് കമ്പോണൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഓക്കെ, ഈ ഗ്രാഫ് എങ്ങനെ ഇരിക്കും മക്കളെ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ ഗ്രാഫ് അല്ലേ? സ്പെക്ട്രം എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? ആദ്യത്തെ റേഞ്ച് എവിടെ നിന്ന് തുടങ്ങണം? വരയ്ക്കാൻ എളുപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു റേഞ്ചിൽ തുടങ്ങി അല്ലേ? ഇങ്ങനെയല്ലേ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ സ്പെക്ട്രം വരിക? ഇങ്ങനെ വന്ന് ഓക്കെ, ഇങ്ങനെയാണ്. T = മിസ് വരച്ചിട്ടില്ല കേട്ടോ. ഒരു ഇത് വരുമ്പം 3000, ഇവിടെ നമ്മൾ 4000 അല്ലേ? 4000 T = 3000, ഇവിടെ T = 2000. ഇതൊരു ഹോംവർക്കായിട്ടൊന്ന് എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട. ഇത് മിസ് വരച്ചിട്ടില്ല ആക്ച്വലി നോട്ടിൽ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുമോ? നമ്മുടെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ ഈ ഗ്രാഫ് ഒന്ന് ചെക്ക് ചെയ്യുമോ? ഇങ്ങനെ തന്നെയാണെന്നാണ്. അതായത് ഇതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഈ ഗ്രാഫ് ആണ്. ഇപ്പോൾ ഹോംവർക്ക്, ഈ ഭാഗത്തിലെ ഹോംവർക്ക് ഈ ഗ്രാഫ് ഒന്ന് ചെക്ക് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? എനർജി ഡെൻസിറ്റി വേഴ്സസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി അല്ല, ഒന്നും വേണ്ട. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഗ്രാഫ് അല്ലെങ്കിൽ കർവ് അല്ലെങ്കിൽ എനർജി ഡെൻസിറ്റി സ്പെക്ട്രം ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ഈ ഗ്രാഫ് ഒന്ന് കറക്റ്റാണോ നോക്കിയിട്ട് അതൊന്ന് നോക്കുക കേട്ടോ. ഒന്ന് കണ്ണ് തുറന്ന് എങ്ങനെയാണ് ഗ്രാഫ് വരിക എന്നൊന്ന് നോക്കുക. ഏതെങ്കിലും ഓപ്ഷൻസിലൊക്കെ കയറി വന്നാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഈ ലോയുടെ കാര്യം തന്നെ മിസ് ഇപ്പോൾ പറഞ്ഞുല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ബേസിൽ. ഇനിയും നമ്മൾ MSCക്കൊക്കെ പഠിക്കുവാണെങ്കിൽ ഇതിൻ്റെ എന്താണ് ഓരോന്നിൻ്റെ ലിമിറ്റേഷൻസ് പഠിക്കണം, ഓരോന്നിൻ്റെ അഡ്വാൻറ്റേജസ് പഠിക്കണം. വൈ എന്ന് പറയുന്നൊരു കൺസിഡറേഷൻ നമ്മുടെ എപ്പോഴും മനസ്സിൽ വേണം. ആ വൈ എന്താ ശരിക്കും? ഒരു ലോ ഉണ്ടായിട്ട് പിന്നെന്തിനാ വേറൊരു ലോ കണ്ടുപിടിച്ചത്? ആ ലോ ഉണ്ടായിട്ട് അടുത്ത ലോയിലേക്ക് വന്നത് എന്തിനാ? ബ്ലാക്ക് ബോഡിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്? അതെല്ലാം, അതായത് കുറേ ഫുള്ളായിട്ടുള്ള മാറ്റേഴ്സ് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു എക്സാം, നമ്മുടെ MSCയുടെ ഒക്കെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്തോ നമ്മൾ പഠിക്കണം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് മാക്സിമം പഠിക്കാനുള്ളത് മാത്രമേ മിസ് ഇപ്പോൾ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡൗട്ട് ആവരുത് എന്തുകൊണ്ടാണ് റീസൺ പറയാത്തത്. അതിനേക്കാളും കൂടുതൽ കണ്ടൻറ്റ് നമ്മൾ പറയണുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഹോംവർക്ക് പറഞ്ഞത് യു ഹാവ് ടു ചെക്ക് ദ ഗ്രാഫ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള MSQ, MCQ, NTA ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. ഇതൊന്നും പ്രീവിയസ് ഇയേഴ്സ് അല്ല. ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നും പറയാം, പെട്ടെന്ന് പോവാം. ടോട്ടൽ റേഡിയൻ്റ് എനർജി എമിറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് എന്തിനെ ഇപ്പോൾ ഇത് കാണുമ്പോൾ ഇത് സ്റ്റെഫാൻ ബോൾസ്മാൻ എന്ന് ഓർത്തോണം. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ T⁻3, T⁻² എന്നൊക്കെ ഉണ്ട്. അപ്പോൾ T⁻4 ആണ് ആൻസറിൽ വരുന്നത്. ഇനിയും അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ ദ വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു മാക്സിമം എനർജി ഇൻ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ബി ഹാഫ് ഓഫ് ദാറ്റ് ഓഫ് 1000 K. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇത് ഓർത്ത് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വെയിൻസ് ലോയിൽ നിന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് വെയിൻസ് ലോ. ഇതൊന്ന് ഓർത്ത് വെക്കുക. T2 എന്ന് പറയുന്നത് 2 times of T1 ആണ്. T2 എന്ന് പറയുന്നത് എന്താ മക്കളെ? 2 times of T1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ T2 എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ 2000 ആണ്. കാരണം T2 എന്ന് പറയുന്നത് T1 ആണ് 1000. അങ്ങനെ T2 എന്ന് പറയുന്നത് 2 times of T1. ഇനിയും റെയ്ലേ ജീൻസ് ലോ എവിടെയാണ് ഫെയിൽ ആവുന്നത്? റെയ്ലേ ജീൻസ് ലോ ഫെയിൽ ആവുന്നത് ഷോർട്ടർ വേവ് ലെങ്തിലാണ് ഫെയിൽ ആവുന്നത്. പിന്നെ അടുത്തത്, ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഈസ് ഡബിൾ ദ ടോട്ടൽ എനർജി എമിറ്റഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ ഇൻക്രീസസ്. അതായത് ടെമ്പറേച്ചർ ഡബിൾ ആകുവാണെങ്കിൽ എനർജി, ഇത് ഓൾറെഡി ടെമ്പറേച്ചറും
എനർജി എവിടെ കണ്ടാലും ഓർത്തോണം സ്റ്റെഫാൻ ബോൾസ്മാൻ ആണ്. E = സിഗ്മ T⁴ എന്ന് നമുക്കറിയാം. ടെമ്പറേച്ചർ ഡബിൾ ആകുവാണെങ്കിൽ എനർജിക്ക് എന്ത് സംഭവിക്കും? ഓക്കെ, അതായത് സിഗ്മ T⁴ ആണ്. ഇനി ഓൾറെഡി പറയാം ടെമ്പറേച്ചർ വീണ്ടും ഡബിൾ ആകുകയെന്ന് വെച്ചാൽ വീണ്ടും, അതായത് 4 സ്ക്വയർ 4 × 4 60. അങ്ങനെയും ചെയ്യാം, ഈ ഒരു വിധത്തിലും ചെയ്യാം.